നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ തടയാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിനിൽ ഓരോരുത്തരും പങ്കാളികളാവുക. പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന്റെ ചങ്ങല നമ്മൾ കാരണമാണ് മുറിക്കപ്പെടുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ജീവനാണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മിഠായി ആണ് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ബോറടിച്ചിരിക്കുകയാണല്ലോ, അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മിഠായി ആണ് കേട്ടോ. ഇപ്പൊ പച്ചമാങ്ങയുടെ സീസണും ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മാങ്ങ ഉണ്ടാവുമല്ലോ. മാങ്ങ കൂടാതെ വീട്ടിൽ എപ്പോഴുള്ള മറ്റൊരു ചേരുവ കൂടെ മതി കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിഠായിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ പച്ചമാങ്ങ മിഠായി വാങ്ങിക്കാറുണ്ടല്ലോ, അതേ ടേസ്റ്റിൽ അത് തന്നെയാണ് കേട്ടോ. പക്ഷെ അതിന്റെ ആ ഒരു പാക്കറ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഈ മിഠായി വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഒരു മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പൊ ഈ മാങ്ങയുടെ സൈസ് കാണിച്ചിരുന്നത് ഇതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു അളവ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ, ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറിലാവുമ്പോൾ നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാങ്ങയിൽ നിന്നും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, മാങ്ങയുടെ ആ ഒരു നീര് മുഴുവനായിട്ടും കിട്ടാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ അരച്ചെടുത്തു. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടോ, കാരണം ആ നീര് മുഴുവനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് ചെറിയ അരിപ്പയിലൂടെ, ചെറിയ ഹോളുള്ള അരിപ്പ, നമ്മുടെ ചായയൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിലൂടെ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ജ്യൂസ് അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ അതിൽ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കട്ടയും നാരും അങ്ങനെ ഒന്നും പെടാൻ പാടില്ല. നമുക്കിതിന്റെ ആ ഒരു പച്ചമാങ്ങയുടെ ഫ്ലേവറിലുള്ള വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നോക്കൂ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് ഇതിന്റെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തു. അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 1/2 കപ്പൊക്കെ മതിയാവും കേട്ടോ. പഞ്ചസാര കുറവായി കഴിഞ്ഞാൽ, നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മുടെ മിഠായി നല്ല പുളിയായിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മെൽറ്റ് ചെയ്ത്, ഈ ഒരു പഞ്ചസാരപ്പാനി ഒന്ന് തിക്കായി വരണം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു നൂലിങ്ങനെ കാണണം. ഒരു രീതിയിലാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങ അടിച്ചെടുത്ത ആ വെള്ളമല്ലേ, നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, കാരണം ഇത് നന്നായിട്ട് വറ്റി വരാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിന്റെ മുകളിൽ ഇതുപോലെ പതയുണ്ടാവും. അത് നമ്മുടെ പഞ്ചസാരയിലുള്ള അഴുക്കാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഈ പതൊക്കെ മുകളിൽ വരുന്നത് ഇങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ പഞ്ചസാര പാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ അതിൽ നിന്നും ഇതുപോലെ പതയായിട്ട് അഴുക്ക് പോരാറുണ്ടല്ലോ. അപ്പൊ പുളിയുള്ള എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാരയിൽ അഴുക്ക് പോവും. നമ്മളിപ്പോൾ പച്ചമാങ്ങയുടെ ജ്യൂസ് ചേർത്തപ്പോൾ ആ അഴുക്ക് ഇങ്ങനെ പൊങ്ങി വരാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, പച്ച നിറം. നമ്മുടെ മിഠായിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമില്ല. പിന്നെ കളർ അത്ര നല്ലതൊന്നും അല്ലല്ലോ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പതഞ്ഞ് പോവും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് പതിഞ്ഞു വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കുക. അങ്ങനെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് പല രീതിയിലും സെറ്റാക്കാം. നമ്മളൊരു സ്റ്റീൽ പാത്രത്തിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലൊക്കെ ടൂത്ത് പിക്ക് ഉണ്ടാവില്ലേ, ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മൾ മിഠായി വാങ്ങുമ്പോൾ എടുത്തു വെക്കുന്ന ആ ഒരു പോപ്പ് സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സാധാരണ കോലുമിഠായി പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു പാത്രത്തിന്റെ മുകളിൽ ഒഴിച്ചാൽ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു കത്തി വെച്ചിട്ടൊന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇതൊരു 2 മണിക്കൂർ നേരം വെക്കുക, അപ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, പുറത്തന്നെ വെച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിഠായിയുടെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്